welcome to Filmy Bazaar, an ultimate entertainment updates from movies. So, ആദ്യത്തെ ഫ്രഷ് അപ്ഡേറ്റിലേക്ക് പോവാണ്. ഫ്രഷ് അപ്ഡേറ്റ് അല്ല, നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചർച്ച ചെയ്ത ഒരു മൂവിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ആമി സിനിമ. ആമിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്, കമൽ സർ വിദ്യാബാലനെ ഇങ്ങനെ അതിലേക്ക് കാസ്റ്റ് ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ളത്. എന്തായാലും ചിത്രീകരണം തുടങ്ങുന്നതിന് ഒരു 5 days മുമ്പാണ് വിദ്യാബാലൻ പിന്മാറിയിരിക്കുന്നത്. അന്ന് കുറച്ച് പറഞ്ഞിരുന്നത്, അതായത് തിരക്കഥ കുറേ പ്രശ്നങ്ങൾ അതുമായിട്ട് സ്യൂട്ട് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞിട്ടാണ് വിദ്യ പിന്മാറിയെന്ന് പറഞ്ഞു. എന്തായാലും അത് വളരെ മോശമായി പോയി എന്നൊക്കെ കമൽ സർ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എനിവേസ് ഇപ്പോൾ ഒരുപാട് കാസ്റ്റിങ്ങിന്റെ ഇങ്ങനെ ഒരുപാട് പേരുകൾ ഇങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ തബു ആണ് ഇതിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. സോ എന്തായാലും കമൽ സർ അതിനോട് പറഞ്ഞിരിക്കുകയാണ്, തബു അല്ല എന്തായാലും ഇതിൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുകൂടാതെ പാർവതിയുടെ പേര് ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും മാധവിക്കുട്ടിയുടെ ജീവിത കഥയുമായിട്ടുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ആമി. സോ എന്തായാലും മാധവിക്കുട്ടിയുടെ മുഖച്ഛായ ഉള്ള ഒരാളിനെ തന്നെയാണ് തേടുന്നത്. എന്തായാലും അതിലൊരു കോംപ്രമൈസും ഇല്ല എന്നാണ് കമൽ സർ പറഞ്ഞിരിക്കുന്നത്. സോ എനിവേസ് എന്തായാലും പാർവതി ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനകത്ത് ഒരുപാട് പ്രേക്ഷകർ തന്നെ ഒരുപാട് ആളുകളെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് കമൽ സർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് പേര് അത്ര ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ആമി എന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കമൽ സാറിന് സജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു ചെറിയ കാര്യമല്ല. സോ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ആമി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ആരാ ചെയ്യുന്നതെന്ന് അറിയാനും. പിന്നെ അതുപോലെ തന്നെ മാധവിക്കുട്ടിയുടെ ബുക്സ് എല്ലാം നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. എല്ലാം നല്ല ഒരു ഓപ്പൺ റൈറ്ററാണ് മാധവിക്കുട്ടി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ജീവിതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി കൂടി ആവുമ്പോൾ നമ്മളെല്ലാവരും ഓവർ എക്സൈറ്റഡ് ആണ്. സോ ഇതിന് ആരാണ് ആപ്റ്റ് കാസ്റ്റിംഗ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ ഫിൽമി ബസാറിൽ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ട്രാക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ട്രാക്സ് back to the show, Filmy Bazaar, an ultimate entertainment updates from movies. So, next update like Picket 43 എന്ന ഹിറ്റ് മൂവിക്ക് ശേഷം മേജർ രവി സർ ആൻഡ് ലാലേട്ടൻ കോമ്പിനേഷൻ വീണ്ടും ഒന്നിക്കുകയാണ്. 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ്. നമ്മൾ ഓൾറെഡി അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ പറഞ്ഞിരുന്നതാണ്. ആശാ ശരത്താണ് നായികയായിട്ട് വരുന്നത്. ആശാ ശരത്തിന്റെ ഒരു ഡിഫറെന്റ് ഗെറ്റപ്പ് ആണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഓൾറെഡി നമുക്കറിയാം ആശാ ശരത് ഇപ്പൊ ചെയ്തിരിക്കുന്ന റോൾസ് എല്ലാം തന്നെ ഇപ്പം ലാസ്റ്റ് മൂവീസ് ഒക്കെ എടുത്തു നോക്കിയാൽ തന്നെ എല്ലാം ഓരോരോ വ്യത്യസ്തമായ റോളുകൾ ചെയ്ത് ഒരു മാർക്ക് സൃഷ്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. സോ ഇതിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പിൽ തന്നെയാണ് ആശാ ശരത്ത് വരുന്നത്. പിന്നെ അതുപോലെ അത് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഈ ലാസ്റ്റ് ആണ് അത് റിവീൽ ചെയ്തത്, ആശാ ശരത്താണ് അതിൽ ഡിഫറെന്റ് ഗെറ്റപ്പിൽ എത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എനിവേസ് എന്തായാലും ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ജോർജിയയിൽ ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാനായിട്ട് ലാലേട്ടൻ ആൻഡ് ക്രൂസ് എൻ്റെയർ ക്രൂസ് ജോർജിയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ കടുത്ത തണുപ്പിലും ഇങ്ങനെ തളരാതെ മേജർ മഹാദേവൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഷൂട്ടിലും. സോ എന്തായാലും വളരെ ആ ഒരു കോൾഡ് അവസ്ഥയിലും ഭയങ്കര ഗംഭീരമായി ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേസ് വളരെ നല്ലൊരു ലൊക്കേഷനാണ്. മലയാളത്തിൽ ആദ്യമായാണ് ഒരു പടം അവിടെ, മലയാളം മൂവീസിൽ ആദ്യമായി ഒരു പടം 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ് ആണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അന്യഭാഷകളിലൊക്കെ ഒരുപാട് മൂവീസൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മലരെ പ്രേമത്തിന്റെ തെലുങ്ക് വേർഷൻസ്, ആ സോങ് ഒക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. നമുക്ക് ആ ലൊക്കേഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സിംഗം 3 ലാസ്റ്റ് അവിടെ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. എനിവേസ് എന്തായാലും നമുക്ക് എല്ലാവർക്കും ലൊക്കേഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണ്. എനിവേ ജോർജിയയിൽ ആ കടുത്ത തണുപ്പിലും പുരോഗമിക്കട്ടെ ഷൂട്ടെല്ലാം. സോ നമ്മളെല്ലാം ഇനി എൻ്റെ ഫർദർ അപ്ഡേറ്റ്സിനൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. സോ ട്രാക്സ് back to the show, Filmy Bazaar, an ultimate entertainment updates from movies. So വീണ്ടും ഒരു ഫ്രഷ് അപ്ഡേറ്റ് ആണ്. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ കാത്തിരിക്കുന്ന ഒരു അവൈറ്റഡ് മൂവിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. സിംഗം 3 എല്ലാം നമുക്കറിയാം. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും പാർട്ടൊക്കെ വന്നിട്ടുണ്ട്, തേർഡ് പാർട്ടും വന്നിട്ടുണ്ട് മൂവീസിൽ. പക്ഷേ ഈ ഒരു മൂവിക്ക് വേണ്ടി ഇത്രയും കാത്തിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും മാത്രം എൻജോയ് ചെയ്തിരുന്നത്. അതിൻ്റെ ഡയറക്ടർ ഹരി പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും സെക്കൻഡ് പാർട്ടിൽ നിർത്തിയപ്പോൾ തന്നെ അദ്ദേഹം തേർഡ് പാർട്ട് ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും തേർഡ് പാർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഓക്കെ എങ്കിൽ ഇത് ഇങ്ങനെ തേർഡ് പാർട്ട് ഇതിൻ്റെ എടുക്കാം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞു. എനിവേസ് എന്തായാലും ഒരു സിനിമയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പൊ സെക്കൻഡ് പാർട്ടൊക്കെ വരുമ്പോൾ തന്നെ നായകനും അങ്ങോട്ടും ഇങ്ങോട്ടും കാസ്റ്റിംഗ് ഒക്കെ കുറച്ചൊക്കെ മാറാറുണ്ട്. പക്ഷെ ഈ ഒരു മൂവിയിൽ സെയിം നായകനാണെങ്കിലും അതിലെ എൻറ്റയർ ക്യാരക്ടേഴ്സ്, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ സെയിം ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ളത്. അത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ, അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. സോ എന്തായാലും 9th ഈ മൂവി റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ട്രാക്ക് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓൾറൈറ്റ്, ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രാക്ക്. സോ നമ്മൾ സൂര്യ ഹരി ടീമിന്റെ സിംഗം 3 മൂവിയുടെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ
എന്തായാലും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് സൂര്യ ഇതിൽ വരിക. നോട്ടമാണേലും മാനറിസം ആണേലും എല്ലാം തന്നെ വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ്. യൂണിഫോം അണിഞ്ഞും സ്റ്റൈലിഷ് ലുക്കിലും ഒക്കെ സൂര്യ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എനിവേസ് ഫെബ്രുവരി 9 ഈ മൂവി തിയേറ്ററുകളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിട്ടാണ് സൂര്യ ഇതിൽ വരുന്നത്. സോ എന്തായാലും നമ്മളെല്ലാവരും ഒരുപാട് ഹോപ്പ്ഫുള്ളി ഒത്തിരി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് സിംഗം 3. സോ ഇന്നത്തെ ഫിലിമി ബസാറിന്റെ സമയം ഇവിടെ തീരുകയാണ്. വീണ്ടും ഒരുപാട് ഫ്രഷ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. Till then, this is Nisha signing off. Bye bye.